ഹലോ അങ്ങനെ നോക്കിയിരുന്ന് കൊമരച്ചിറയിലെ പറഞ്ഞ് വന്ന് ശനിയാഴ്ചയായിരുന്നേ പറ പക്ഷേ ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും ഓരോരോ ജോലിയിലോട്ട് തിരിഞ്ഞു കേട്ടോ. വേറെ പന്തൽ പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മൂന്നും കൂടാണ് എല്ലാം ചെയ്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കുരുത്തോലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെയൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇതെല്ലാം ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. പിന്നെ വലിയ ഡെക്കറേഷനൊന്നും ഇല്ലല്ലോ, ഒരു ചെറിയ രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് പറ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചൊരാശ്വാസമുണ്ട്, ബാക്കി ജോലി പെട്ടെന്ന് അങ്ങ് തീർക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും സെറ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. രാത്രിയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. മേളിൽ നിന്ന് താഴെ വരെ ഇട്ടിട്ടുണ്ടായിരുന്നേ ലൈറ്റ്. അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പോയിരുന്നു. നമുക്കറിയാം പറയൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന്. അങ്ങനെ ദേവിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തായിരുന്നു. ഏകദേശം ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് പറ വന്നത്. നമ്മൾ ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് എല്ലാം റെഡിയാക്കി വെക്കുമായിരുന്നേ. അന്നേരത്തേക്ക് രസീത് എഴുതാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രസീതൊക്കെ എഴുതിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് പറ ഇങ്ങ് വന്നു കേട്ടോ. ഇച്ചു ആണേ പറയൊക്കെ ഇട്ടത്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ വീട്ടിലെ പറയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദേവിയുടെ പുറയിലൊക്കെ പോയി. അങ്ങനെ നമ്മൾ ഓരോ വീട്ടിലും പറയൊക്കെ കണ്ടു.